പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഓണസദ്യ ഒരുക്കുമ്പോൾ നമ്മൾ ശുദ്ധ അശുദ്ധങ്ങൾ നോക്കണോ? അതായത് ആർത്തവം കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞിട്ട് മാത്രമേ ഓണസദ്യ ഒരുക്കാവൂ എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ്. മാവേലി മന്നനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള ആ നാട്ടാചാരത്തിന്റെ നമ്മുടെ കേരള തനിമയുടെ ഒരു ഭാഗമാണ്. ഇതില് നമ്മൾ അനാവശ്യമായിട്ടുള്ള നിബന്ധനകൾ കുത്തിച്ചെലുത്താതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കേരളീയര് എല്ലാവരും, നമ്മുടെ ഹൈന്ദവതയിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല, മറ്റ് മതസ്ഥരെ എല്ലാവരും കൂടിച്ചേർന്ന് ചെയ്യുന്ന ഒരു ദേശീയ ഉത്സവമാണ്. ഇതില് ആചരണത്തിൻ്റെതായ മറ്റു പദ്ധതികളൊന്നും ഇല്ല. നമുക്ക് അറിയാം, നമ്മൾ തൃക്കാക്കരപ്പനെ വെക്കുന്നതും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ, നമുക്ക് അതിന് ചില ആചരണങ്ങളുണ്ട്. പക്ഷെ ഓണസദ്യ നമ്മൾ ഒരുക്കുന്നതിന് ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കുന്ന പതിവില്ല, അങ്ങനെ നോക്കേണ്ടതും ഇല്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഇത് വച്ച് ഈ സദ്യ വെച്ചിട്ട് ദേവതകൾക്ക് വിളമ്പിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ചിലയിടത്ത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു സങ്കല്പം എന്നുള്ള രീതിയിൽ, അതായത് അങ്ങനെ ആചരണം പാലിക്കുന്ന മനകളോ കുടുംബങ്ങളോ തറവാടുകളോ ഉണ്ടെങ്കിൽ മാത്രം അവരുടെ പഴമയിൽ അങ്ങനെ ശുദ്ധ ഉള്ളവർ മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു ആചരണം ഉള്ളവർ മാത്രം അത് പാലിച്ചാൽ മതി. കേവലരായിട്ടുള്ള നമ്മളെ സാധാരണ ഓണം ആഘോഷിക്കുന്ന വ്യക്തികൾക്ക് ഒന്നും തന്നെ ഇത് ശുദ്ധം അശുദ്ധം എന്നുള്ള രീതിയിലൊന്നും പാലിക്കേണ്ടതില്ല. പിന്നെ വീട്ടില് പൂജാ കാര്യങ്ങൾ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ളവർ അറിയാലോ, അവര് കുറച്ച് ശുദ്ധി വഴക്കങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അവർക്ക് നമ്മുടെ ആർത്തവകാലം കഴിഞ്ഞ് ശുദ്ധം വരുത്തിയിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്നുള്ള സ്വാഭാവികമായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന, അത് ഓണക്കാലത്തല്ല എല്ലാ കാലത്തും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ആ ഒരു രീതി മാത്രം ഇവിടെ അവലംബിച്ചാൽ മതി. അല്ല ഓണസദ്യ ഒരുക്കുമ്പോൾ ആർത്തവമുള്ള വീട്ടമ്മമാര് അവിടെയുള്ള ആർക്കും ഓണസദ്യ ഒരുക്കി കൊടുത്തുകൂടാ എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തരം തീരുമാനങ്ങളൊക്കെ പുതുതായിട്ട് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ചിലയിടത്തു നിന്നൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിന് യോജിച്ച കാര്യമായിട്ട് തോന്നുന്നില്ല.